പ്രിയപ്പെട്ടവരെ, തികച്ചും വ്യക്തിപരമായ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിലായിരുന്നു കഴിഞ്ഞ ഒരു മാസം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താൻ കഴിയാതിരുന്നത്, വീഡിയോകളൊക്കെ ചെയ്യാൻ കഴിയാതിരുന്നത്. ഒത്തിരി സുഹൃത്തുക്കൾ വാട്സാപ്പിലും ഒക്കെ ആയി അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എവിടെയാണ് എന്ത് പറ്റിയെന്നൊക്കെ. അപ്പോൾ അവർക്കൊന്നും പലർക്കും വാട്സാപ്പിലൂടെ മറുപടി കൊടുക്കാൻ പോലും പറ്റാത്ത വണ്ണമുള്ള ചില തിരക്കുകളിലായിപ്പോയി. എല്ലാവരോടുമുള്ള ആ കാര്യത്തിൽ ഒരു മാസമായി ഇനി വീഡിയോകൾ ചെയ്യാൻ കഴിയാതിരുന്നതിലുള്ള, അല്ലെങ്കിൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതിരുന്നതിലുള്ള ഖേദം ആദ്യം തന്നെ അറിയിച്ചുകൊണ്ട്, എല്ലാവരോടും ആ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ഒരു മാസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നാണ് ശരിക്കും ഇവിടെ വന്ന ശേഷം ഞാൻ ഇങ്ങനെ ഈ വാർത്തകളൊക്കെ, ഇപ്പൊ നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ വാർത്തകളും അങ്ങനെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു മാസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന ആ ഒരു അന്വേഷണം തന്നെ വളരെ കൗതുകകരമായ ഒരു അന്വേഷണമായിരുന്നു. നമ്മൾ എന്താണോ പറഞ്ഞു നിർത്തിയിട്ട് പോയത് അതിനപ്പുറം ഒന്നും കാര്യമായും സംഭവിച്ചില്ല. കുറേ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഇറാൻ എന്തായാലും കീഴടങ്ങാൻ പോകുന്നില്ല. കീഴടങ്ങുന്ന സ്വഭാവമുള്ള ഒരു രാജ്യമല്ല ഇറാൻ, അങ്ങനെയുള്ള ജനതയല്ല അവർ. നമ്മൾ ഈ ക്ഷത്രിയരുടെ കാര്യം പറയാറുണ്ടല്ലോ. അപ്പൊ ഇറാൻ ജനതയ്ക്ക്, അവിടുത്തെ പോരാളികൾക്ക് ക്ഷത്രിയ രക്തമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിലും ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായിട്ടുണ്ടാകും. ഒരു ഘട്ടത്തിൽ അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തല്ലോ, അവർ പോരാളികളാണ് എന്ന്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴത്തെയും അവസ്ഥ. 40 ദിവസം യുദ്ധം 40 ദിവസത്തിലേക്ക് എത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഒരു താൽക്കാലിക വെടിനിർത്തൽ, 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു, ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് 19-ാം തീയതിയാകുന്നു. വെടിനിർത്തലിന്റെ 11-ാം ദിവസമാണ്. 11-ാം ദിവസമാണെങ്കിൽ ഇന്ന് 19, 20, 21, 22 വരെ ആ വെടിനിർത്തൽ നീണ്ടു നിൽക്കുമെന്ന് നമ്മൾ കരുതുന്നു. ഈ 22-ന് ശേഷം എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ നിരവധി പേരെ കൊലപ്പെടുത്താനൊക്കെ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അതിനപ്പുറത്ത് ആദ്യം ട്രംപ് പറഞ്ഞത് എന്താണ്? ഈ ഇറാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ആക്രമണം തുടങ്ങുന്നുവെന്നാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇറാന്റെ ആണവ പദ്ധതി നശിപ്പിക്കാൻ വേണ്ടി, അത് ലോകത്തിന് ഭീഷണിയാണ്, ഇസ്രയേലിന് ഭീഷണിയാണ്, അതിനെ തടയിടാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ട്രംപ് ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ട്രംപോ നെതന്യാഹുവോ പ്രഖ്യാപിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ചർച്ചകളുടെയൊക്കെ പ്രധാനിയായിട്ട്, അവരുടെ ഈ ചർച്ചാ സംഘത്തിന്റെയൊക്കെ, നയതന്ത്ര സംഘത്തിന്റെയൊക്കെ പ്രധാനിയായി പങ്കെടുക്കുന്ന ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലേബാഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു യുദ്ധം ജയിക്കേണ്ടത് നുണകൾ പറഞ്ഞുകൊണ്ടല്ല. ട്രംപ് നിരന്തരമായി നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ട്രംപ് പരസ്പര വിരുദ്ധമായ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ട്രംപ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ 7 നുണകൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട് 7 പെരും നുണകൾ പറഞ്ഞു എന്ന് പറയുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ഗാലേബാഫാണ്. അപ്പോ യുദ്ധം ജയിക്കുന്നത് നുണകൾ പറഞ്ഞുകൊണ്ടല്ല. നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം ജയിക്കാനാകില്ല. നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചർച്ചയും ജയിക്കാനാകില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട നുണകളിൽ ഒന്ന്, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ ഇറാൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ആക്സിയോസൊക്കെ, അമേരിക്കൻ മാധ്യമമായ ആക്സിയോസൊക്കെ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരു കൈമാറ്റത്തിന് ഇറാൻ തയ്യാറാണ്. പക്ഷെ $20 കോടി അവര് ഇറാൻ ഡിമാൻഡ് ചെയ്യുന്നു. അത് ട്രംപ് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും എന്നുള്ള നിലയിലാണ്. അപ്പൊ ട്രംപ് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ട്രംപ് പറയുന്നത്, അല്ല, എനിക്ക് സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഇറാൻ തരാമെന്ന് പറഞ്ഞതാണ് എന്നാണ്. രണ്ടാമതായിട്ട് ട്രംപ് പറഞ്ഞ മറ്റു വലിയൊരു കള്ളം, ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമുള്ള സഹായം നിർത്തലാക്കും എന്ന്, അവരുമായി യാതൊരു സഹകരണവും ഉണ്ടാകില്ല എന്ന് ഇറാൻ ഉറപ്പു നൽകി എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും പെരും നുണകളാണ് എന്ന് കൃത്യമായിട്ടും ഇറാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ട്രംപ് പറയുന്നു, എനിക്ക് ഫ്രീ ആയിട്ട് ഇറാൻ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എല്ലാം തരാമെന്ന് സമ്മതിച്ചുവെന്ന്. ഇറാൻ പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമോ ഇനിയിപ്പോ ആണവോർജവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ കാണും എന്ന്. അപ്പൊ ആ നിലയ്ക്കാണ്, മൊത്തത്തിൽ കോമഡി ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ ഹോർമൂസ് പൂർണ്ണമായും തുറക്കാനുള്ളൊരു സന്നദ്ധത ഇറാൻ അറിയിക്കുമ്പോൾ ട്രംപ് ഉപരോധം തുടരും എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇറാൻ പറഞ്ഞുവെങ്കിൽ പിന്നെ ശരി, ഉപരോധം നടക്കട്ടെ, ഞങ്ങൾ പൂർണ്ണമായിട്ടും ഹോർമൂസ് അടക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്നത്, അമേരിക്കയുടെ മുൻ വൈസ് പ്രസിഡന്റ് ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ
ട്രംപിന്റെ എതിരാളിയായി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കമലാ ഹാരിസിന്റെ ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ്. അത് നേരത്തെ തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും കമലാ ഹാരിസ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ആധികാരികത ഉണ്ടാകുന്നു. അത് ട്രംപിന്റെ പൊളിറ്റിക്കൽ ഒപ്പോണന്റ് ആണ് എങ്കിൽ പോലും എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എപ്സ്റ്റീൻ ഫയൽസിൽ കുടുങ്ങിപ്പോയ ട്രംപ് ഇറാനെ ഏകപക്ഷീയമായി ആക്രമിച്ചത് എന്ന് കമലാ ഹാരിസ് പറയുകയാണ്. അതിനപ്പുറം മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവും ട്രംപിനോ നെതന്യാഹുവിനോ ഇറാനെ ആക്രമിച്ചതിലൂടെ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായിട്ടും കമലാ ഹാരിസ് പറയുന്നു. മാത്രമല്ല അവർ പറയുന്നു ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് അമേരിക്കൻ ജനതയെ വലിച്ചിഴച്ചതിലൂടെ, അമേരിക്കൻ സൈന്യത്തെ വലിച്ചിഴച്ചതിലൂടെ ലോകത്തെ ഏറ്റവും ഭീരുവായ, ലോകത്തെ ഏറ്റവും ഒന്നിനും കൊള്ളാത്തവനായ, ലോകത്തെ ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയാണ് താനെന്ന്, ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും നിലവാരമില്ലാത്ത ഭരണാധികാരിയാണ് താനെന്ന് ഡൊണാൾഡ് ട്രംപ് തെളിയിച്ചു എന്ന് കമലാ ഹാരിസ് പറയുന്നു. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്സ്റ്റീന്റെ പ്രേതമാണ് ശരിക്കും ഈ ട്രംപിനെ പിടികൂടിയത് എന്ന്, അതാണ് ആക്രമണത്തിലേക്ക്, ഇറാൻ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് അടുത്ത മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈനുകളാകേണ്ടിയിരുന്ന എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട്, അതിൽ ട്രംപിന്റെയും നെതന്യാഹു അടക്കമുള്ള നേതാക്കളുടെയും ഒക്കെ പങ്കുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള സുപ്രധാനമായ വിവരങ്ങൾ ലോകത്തെ എല്ലാ മാധ്യമങ്ങളുടെയും ഹെഡ്ലൈൻ ആകാനിടുന്ന സമയത്താണ് ഇറാൻ ആക്രമണത്തിലൂടെ ഈ വാർത്തകളെ മുഴുവൻ, ആ ഒരു ഹെഡ്ലൈനെ തന്നെ മായ്ച്ചു കളഞ്ഞത്, മുക്കിക്കളഞ്ഞത് ട്രംപ് എന്ന നിലയിൽ കൃത്യമായിട്ടും അത് അമേരിക്കയിൽ നടത്തിയ പല സർവേകളും അങ്ങനെയുള്ള വിലയിരുത്തലുകളെ, അങ്ങനെയുള്ള ആ അഭിപ്രായത്തെ ശരിവെക്കുന്നുണ്ട്. ഇപ്പൊ കമലാ ഹാരിസ് കൂടി ആ ഒരു ആക്ഷേപവുമായി രംഗത്ത് വരുന്നു. മറ്റു പല കേന്ദ്രങ്ങളിലും നമ്മൾ ഈ ആക്ഷേപം നേരത്തെയും കേട്ടിട്ടുണ്ട്. അതേസമയം ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട സമാധാന ചർച്ച പരാജയപ്പെടുന്നു. അപ്പൊ ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് തന്നെ ട്രംപ് പറഞ്ഞത് മൊത്തം കള്ളമാണെന്ന് ഇപ്പോൾ ഇറാൻ പറയുന്നു. രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള തീയതി ഇനിയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത ഈ വെടിനിർത്തലിന്റെ കാലാവധി അങ്ങോട്ട് കഴിയുന്നതോടെ, ഏപ്രിൽ 22-ാം തീയതി കഴിയുന്നതോടെ സ്വാഭാവികമായിട്ടും വീണ്ടും എന്താണ് സംഭവിക്കുക? യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് യുദ്ധം കൊണ്ട് ലോകത്തിന് മുഴുവൻ, അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇറാനോ മാത്രമല്ല, ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാമ്പത്തിക സാഹചര്യം കൂടി, പശ്ചിമേഷ്യ മുഴുവൻ ഭീതിതമായ അന്തരീക്ഷത്തിൽ നിർത്തുന്ന ഒരു സാഹചര്യം കൂടി സംജാതമാവുകയാണ് എന്നതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതേസമയം അമേരിക്കൻ ഇന്റലിജൻസ് പുറത്തുവിടുന്ന പുതിയൊരു കണക്കുണ്ട്. ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ട് ഇറാന് സത്യത്തിൽ എന്താണ് ലഭിച്ചത്? ഇറാന് ഈ ഒരു ഇടവേള ലഭിക്കുന്നു, ഒരു വിശ്രമം ലഭിക്കുന്നു. അങ്ങനെ ഒരു വിശ്രമം ലഭിച്ചതിലൂടെ അവരവരുടെ ഭൂമിക്കടിയിലുണ്ടായിരുന്ന ഈ മിസൈൽ ലോഞ്ചറുകൾ, അവരുടെ ഈ മിസൈൽ ആയുധപുര, അവരുടെ ഡ്രോണുകളുടെ ശേഖരമൊക്കെ വലിയ തോതിൽ അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞുവെന്നും, യുദ്ധം തുടങ്ങുന്ന സമയത്തെ സാഹചര്യം എന്തായിരുന്നു അതിനേക്കാൾ ശക്തമായ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇറാൻ നിൽക്കുന്നു എന്നുമാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് ഒരു കാര്യം പറയുന്നു, ഞങ്ങള് ഈ ചതിയന്മാരുമായിട്ടാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ചതിയന്മാർ ഏത് നിമിഷവും ഞങ്ങളെ ചതിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ ചതിയന്മാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ചർച്ച കഴിഞ്ഞിറങ്ങി അടുത്ത മണിക്കൂറുകളിലാണ് ഞങ്ങളുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുന്ന നിലയിലുള്ള ആക്രമണം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാറ്റിൽ ഫീൽഡും നെഗോഷിയേഷൻ ടേബിളും ഒരുപോലെയാണ് എന്ന് ഗാലിബാഫ് പറയുന്നു. ഞങ്ങൾ ഈ നെഗോഷിയേഷൻ ടേബിളിൽ ഇരിക്കുമ്പോഴും ഈ നെഗോഷിയേഷൻ ടേബിളിൽ ഇരിക്കുന്ന ഞങ്ങൾ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് മരണത്തെ ഭയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ നെഗോഷിയേഷൻ ടേബിളിന് തീയിടുന്ന ചതിയന്മാരാണ് അമേരിക്കയും ഇസ്രയേലും എന്ന്, അല്ലെങ്കിൽ നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടേക്ക് വരെ ആക്രമണം നടത്താൻ യാതൊരു മടിയുമില്ലാത്ത, യാതൊരു ഉളുപ്പുമില്ലാത്ത പെരിഞ്ചതിയന്മാരാണ് അമേരിക്കയെന്ന് നന്നായി അറിഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറയുമ്പോഴാണ് ഈ മനുഷ്യൻ ഇങ്ങനെ നിരന്തരമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ കോമാളിയായിട്ട് ട്രംപ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നത്. അപ്പൊ ആ നിലയ്ക്കൊക്കെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ വലിയൊരു പ്രഖ്യാപനമാണ്, ട്രംപിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു, ഞാൻ ഇടപെട്ട് അവസാനിപ്പിക്കുന്ന 10ാമത്തെ യുദ്ധം ഇതാ ഹിസ്ബുള്ളയുമായി ലബനനും ഇസ്രയേലും വെടിനിർത്തിയിരിക്കുന്നുവെന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കും പഴയ ചാക്കും എന്ന് പറയുന്നത് പോലെ ആ വാക്കിന് ഇസ്രയേൽ എന്തെങ്കിലും ഒരു വില കൊടുത്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇസ്രയേൽ മാധ്യമങ്ങളിൽ, അതുപോലെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത,
ലബനനിൽ ഒരു ഇസ്രായേൽ സൈനികൻ IDF-ന്റെ ഒരു റിസർവിസ്റ്റ് കൊല്ലപ്പെട്ടു, 9 പേർക്ക് പരിക്കേറ്റു. എങ്ങനെയാണ് ലബനനിൽ IDF-ന്റെ സൈനികൻ കൊല്ലപ്പെടുകയും 9 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്? എന്തായാലും ഹിസ്ബുള്ള കയറി ഇസ്രായേലിൽ വന്ന് ആക്രമിച്ചിട്ട് ഒന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ലബനനിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്, അവിടെ നിന്ന് തിരിച്ചടിയും തുടരുകയാണ്. അപ്പൊ ഈ നിലയ്ക്കൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് ഇറാൻ പറയുന്നു. തങ്ങളുടെ കയ്യിൽ ആണവോർജവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും എന്നും ഇറാൻ പറയുന്നു. അപ്പോൾ ഈ വെടിനിർത്തലിന്റെ ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുന്നതോടെ ഇനി എന്ത് സംഭവിക്കുമെന്ന് വളരെ ആശങ്കയോടെ തന്നെ നമുക്ക് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്ന സാഹചര്യം. ഇറാൻ ഒരിക്കൽ പോലും നിലപാട് മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി, ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ എത്ര ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ ഈ രാജ്യത്തിന്റെ ലക്ഷക്കണക്കിനായ ലക്ഷോപലക്ഷം മക്കൾ ഇവിടെ തയ്യാറായി നിൽക്കുന്നു എന്ന് തന്നെ ഗാലിബാഫ് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞങ്ങൾ വിശ്രമിക്കുകയല്ല, ഇറാൻ സേന ഇപ്പോൾ വിശ്രമിക്കുകയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ തെറ്റി. മറിച്ച് IRGC-യുടെ ഇറാൻ ആംഡ് ഫോഴ്സിന്റെ വിരലുകൾ ഇപ്പോഴും ട്രിഗറുകളിൽ തന്നെയാണ്. ഏത് നിമിഷവും ഏറ്റുമുട്ടാൻ, ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ, ഏത് തരത്തിലുള്ള ആക്രമണത്തെയും തോൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു. അതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അമേരിക്ക പോലെ വലിയൊരു സൈനിക ശക്തി അവരുമായി എതിരിടുമ്പോൾ ഞങ്ങൾ തന്ത്രം ഉപയോഗിച്ചാണ് അവരുടെ ആ സൈനിക ശക്തിയെ നേരിട്ടത്. അതൊരു അസിമെട്രിക് വാർഫെയർ ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു അസമമായ, ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത 2 സൈനിക ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഞങ്ങൾ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ വേന്ദ്രന്മാരെ ഇപ്പോഴും വിരട്ടി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വിരട്ടി ഓടിച്ചിരിക്കുന്നതെന്ന് ഗാലിബാഫ് പറയുന്നു. അത് ഇനിയും എത്ര കാലം വേണമെങ്കിലും തുടരാൻ തങ്ങൾക്ക് കഴിയുമെന്നും തങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ട് ഈ അസിമെട്രിക് വാർഫെയറിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത 2 സൈനിക ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അമേരിക്കയെ കൃത്യമായിട്ടും മുട്ടിലെഴുപ്പിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നുകൂടി ഇറാൻ പറയുമ്പോൾ, ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ പോരാട്ടമുഖത്ത് നിന്ന് ഏതായാലും തോറ്റു പിന്മാറാൻ ഇറാൻ ഒരുക്കമല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.